പ്രിയ കലാസ്നേഹികളെ, നാടകം ഏതാനും നിമിഷത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. അടുത്ത ബലിന് നാടകം ആരംഭിക്കുക. സ്വാഗതം. എടാ, എന്താടാ, മരിച്ചോ? എനിക്കറിയില്ലടാ, ഞാൻ കവല വെച്ചാ കണ്ട അമ്പടിച്ചു പോയി. ഇങ്ങനെ അയാൾ ചെയ്യുവോടാ? അറിയില്ലടാ, മനുഷ്യന്റെ കാര്യമല്ലേ. എന്തായാലും വളരെ കഷ്ടമായി പോല്ലടാ. ഓ, അങ്ങനെ ആയിരിക്കാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് മാറിക്കടാ. എന്തുവാ സാറേ, ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെ. അതിനെന്താ, അങ്ങോട്ട് മാറിക്കടാ. ആ, CSR വരുന്നുണ്ട്. എന്താടോ സുല്ലേ കാര്യങ്ങളൊക്കെ? റിപ്പോർട്ട് എഴുതിയാണ് സർ. ആരാടോ സ്റ്റേഷനിൽ അറിയിച്ചത്? ഇതാ ഇതിനാണ് സർ. ഓ, ഇവനാണോ? നീയാണോടാ കണ്ടത്? അതെ സാർ. എന്താടാ നിന്റെ പേര്? നന്ദു. നീ എന്തിനാടാ ആ സമയത്ത് ഇവിടെ വന്നേ? പാല് കൊടുക്കാൻ വന്നതാ. വെളുപ്പിന് 5 മണിക്കാണോടാ പാല് കൊടുക്കാൻ പറ്റുന്നത്? അതെ സാർ. എടോ, അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് വിട്ടാരാണ്. ആ സുല്ലേ, പ്രതിയെ കസ്റ്റഡിയിലെടുത്തോ? പോവൂ സാർ. എവിടെ വന്നിട്ട്? അകത്തുണ്ട് സാർ. ഓക്കെ, പുറത്തേക്ക് കൊണ്ടോ. ഇയാളാണ് സാർ. എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടുന്നില്ല സാർ. എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വ്യക്തമല്ല. മെൻ്റലി ഡിസോർഡർ ആണോ എന്നാണ് ഒരു സംശയം. എന്താടോ ഇവൻ്റെ പേര്? സാർ, രമേശൻ. രമേശേട്ടാ, രമേശേട്ടാ, എന്താ രമേശേട്ടാ, അതൊന്ന് ഓഫ് ചെയ്യ്. എത്ര നേരമായി വിളിക്കുന്നു. കടയിൽ പോയിരിക്കുമ്പോഴും ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഇവിടുത്തെ TV ഒന്ന് ശരിയാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യില്ല. രമേശേട്ടാ, എന്താ ഊർമിളേ? ഇതാർക്കാ ഈ കമ്മല്? ഇത് വാങ്ങുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നല്ല കുഞ്ഞി കമ്മല്. ഇത് നമ്മുടെ മോക്ക്. എന്ത് വിട്ടിട്ടാ രമേശേട്ടൻ ഈ പറയുന്നത്? കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് കമ്മല് വാങ്ങുകയോ? പെൺകുഞ്ഞാണെന്ന് രമേശേട്ടനോട് ആരാ പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും ആരാ പറഞ്ഞെന്ന് പറ. അത് പറയില്ല. എനിക്കറിയാം, അവിടെ പതുങ്ങി നിൽക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ആ സിസ്റ്ററോട് ചോദിച്ചു അല്ലേ? ഇതൊന്നും ചോദിച്ചു വിടാന്ന് അറിയില്ല ഏട്ടന്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാണ്. ഈ ഏട്ടന്റെ ഒരു കാര്യം. നീ ഇവിടെ വന്നിരിക്കുവോ മോളെ? എന്താ ഇവിടെ വന്നിരിക്കടോ. ഇരുന്നു പറയും. നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ വിവാഹത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു? ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെ മോനെ ഡാൻസും പാട്ടും ഒക്കെ പഠിപ്പിക്കണം. പഠിപ്പിക്കാമല്ലോ. ഏട്ടൻ അറിയോ എനിക്ക് ഡാൻസ് പഠിക്കാൻ എന്ത് ഇഷ്ടമായിരുന്നു? അതെങ്ങനെയാ, പെൺകുട്ടികളായാൽ ഒരിടത്ത് അടങ്ങിയൊന്നും ഇരുന്നോളെന്നാണല്ലോ കൽപ്പന. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? ദേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. താൻ പറയടോ, വേറെ എന്തൊക്കെയാ വേണ്ടത്? ആ പിന്നെ രമേശേട്ടാ, കുഞ്ഞ് ജനിച്ച ഉടനെ കോൺവെന്റ് സ്കൂളിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഓവോ, അങ്ങനെ അത്രേ. എനിക്കൊന്നും അറിയില്ല, ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നതാ. എങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നിനക്കിതൊക്കെ പറയാം അല്ലേ? ഷോ, എന്നെ കളിയാക്കണ്ട കേട്ടോ. ഓളെ എന്തേ രമേശേട്ടാ? നമുക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം. പെൺകുട്ടിയല്ലേ, നോക്കി നിൽക്കി അങ്ങ് വളരും. അത് ശരി തന്നെയാ ഏട്ടൻ പറഞ്ഞത്. എന്തൊക്കെയാ ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്നേ.
ചോക്കാൻ കൂടി വയ്യ. എന്നാ ഞാൻ പോയി അത്താഴം എടുത്ത് വെക്കാം. ഏട്ടൻ കൈ കഴുകി വന്നോളൂ. ഓ, അത്താഴമൊക്കെ പിന്നെ കഴിക്കാമല്ലോ. മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ വിശപ്പറിയില്ലെന്നേ. പെൺകുഞ്ഞാണെന്ന് സിസ്റ്റർ പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലടോ. രമേശ, ഓ അമ്മാവനാ, എന്തായി രാത്രിയില്? മോളെ കാല് കഴുകാൻ കുറച്ച് വെള്ളം ഇഞ്ഞെടുക്കുക. കൊണ്ടുവരുന്ന അമ്മാവ. നമ്മുടെ തെക്കേപ്പാടത്തെ നാളികേര ഇടാനുണ്ടായിരുന്നു. പഴയതുപോലെ തെങ്ങ് കയറാനൊന്നും ആളെ കിട്ടാനില്ലടോ. കൈയും കാലും പിടിച്ചിട്ടാ ആ വേലായുധൻ രണ്ടാളെയും കൂട്ടി വന്നേ. പിന്നെ കൈയോടതങ്ങ് വിറ്റു. അമ്മാവ വെള്ളം. തിരുവനന്തപുരം കൈ കാശിരുന്ന ഇരിക്കയില്ല. ഇവിടെ കൈ കൊടുത്താൽ ഒരു സമാധാനമാകും. അതാ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു പെൺകുഞ്ഞാ വരാൻ പോകുന്നേ. അപ്പോഴേക്കും അമ്മാവനെ അറിയിച്ചോ? ഇനി അറിയാൻ ആരെങ്കിലും ഉണ്ടോ രമേശേട്ടാ? പഴയതുപോലെ നാളികേരം കൊണ്ടൊന്നും ഒരു മെച്ചമില്ലെന്നേ. ഞാൻ പറയുന്നതല്ല, നീ കേൾക്കുന്നുണ്ടോ? രമേശ, നീ അത് അവിടെങ്ങാനും ഒന്ന് വെക്കുന്നുണ്ടോ? പറഞ്ഞോളൂ അമ്മാവ, ഞാൻ കേൾക്കുന്നുണ്ട്. നേരം വെളുത്ത അന്തി ആവോളം ഇതിന്റെ ചുവട്ടിൽ തന്നെയല്ലേ ഇരിപ്പ്. എത്ര കാലമായി രമേശ ഇതും കൊണ്ടുള്ള ഈ നടപ്പ് തുടങ്ങിയിട്ട്? അമ്മാവൻ ഇത് വെറും റേഡിയോ ആയിരിക്കും. എന്നാൽ എനിക്കങ്ങനല്ല. അനാഥത്വം എന്നെ പിടിച്ചു മുറുക്കിയപ്പോൾ ആ ഒറ്റപ്പെടലിൽ നിന്ന് ഒരമ്മയെപ്പോലെ, സുഹൃത്തിനെ പോലെ എന്നെ സമാധാനിപ്പിച്ചിട്ടുള്ളത് ഇതാണ്. ഓ ശരി ശരി. അതല്ല അമ്മാവ, ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഇതിന് കഴിയുമെങ്കിൽ ഇതെൻ്റെ ബന്ധുവാ. ബന്ധവും സ്നേഹവും നീ സ്നേഹിച്ചു? ഒടുക്കം വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഡോക്ടർ എന്തു പറഞ്ഞു മോളെ? അടുത്ത മാസം ചെല്ലാൻ പറഞ്ഞു അമ്മാവ. ഓ, ഇനിയിപ്പോ ചെക്കപ്പായി സ്കാനിങ്ങായി കയ്യിലുള്ള കാശ് മുഴുവൻ കൈക്കലാക്കാൻ. അമ്മാവന് ഈ അലോപ്പതി ഡോക്ടർമാരുള്ള വിരോധം ഇനി മാറിയിട്ടില്ല അല്ലേ? വിരോധമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്കിപ്പം ബന്ധമെന്ന് പറയാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. എന്താ അമ്മാവ? എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പപ്പാന്ന് വിളിച്ച് എന്നെ സ്നേഹിക്കാൻ ഒരു കുഞ്ഞുണ്ടാകുമായിരുന്നു. വയറ്റിലുള്ള പെണ്ണാണെന്ന് പോലും നോക്കാതെ കടിച്ചും വലിച്ചും കൊന്നില്ലേടോ കാട്ടാളന്മാര്. ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ. നിനക്കും ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാണ്. ചുറ്റിനും കണ്ണു വേണം, സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ എന്താ അമ്മാവ എങ്ങനൊക്കെ പറയുന്നേ? ഊർമിളെ, മതി, പോയി അത്താഴം എടുത്ത് വെക്കാൻ നോക്ക്. അമ്മാവൻ ഇരിക്കും, ഞാൻ അത്താഴം എടുത്തു വെക്കാം. അത്താഴമൊന്നും ഇനി വേണ്ട, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. എന്നാലും അമ്മാവനോട് അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു. എന്താ ഈ ആലോചിച്ച് കൂട്ടണ രമേശേട്ടാ? ഒന്നുമില്ല. ആകാശവാണി പ്രാദേശിക വാർത്തകൾ. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സഹോദരിമാർ ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാളയാറിലെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. 3 പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
സൗമ്യ വധക്കേസ് പ്രതിയുടെ വധശിക്ഷ ഒഴിവാക്കി. മക്കളാണ്, മറക്കരുത്. ഇതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ? ഏട്ടൻ ഇതല്ലാതെ ഒന്നും കേൾക്കാനില്ലേ? എന്താ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഓ, ഒന്നുമില്ല. ഇന്ന് കടയിൽ പോണ്ടേ? ആ, പോണം. എന്നാ വേഗം പോകാൻ നോക്ക്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? രമേശ് ഏട്ടൻ എന്താ ഇന്ന് ഇത്ര ലേറ്റ് ആകുന്നു? അറിയില്ലടാ. അച്ഛൻ പറഞ്ഞായിരുന്നു ഇന്നലെ രാത്രി ആ കലിങ്കിൽ ഇരിക്കുന്നു. ഏട്ടന് പണ്ട് വല്ല അസുഖം ഉണ്ടായിരുന്നു ചേച്ചി? എന്താ നന്ദു ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അമ്മ പറഞ്ഞു കുട്ടിക്കാലത്ത് ഏട്ടൻ എന്തോ അസുഖമായിരുന്നു എന്ന്. ഞാനും കേട്ടിട്ടുണ്ട്. രമേശ് ഏട്ടൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. ആരോടും മിണ്ടാതെ മുറിക്കകത്ത് കയറി കഥ അടിച്ചിരിക്കുമായിരുന്നു അത്രേ. ദാ വരുന്നുണ്ട്, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഡാ നന്ദു, ഇന്നത്തെ പോലെ പാല് കൊണ്ടുവരാൻ വൈകരുത്. വെളുപ്പിനെ വന്നേക്കണേ. ശരി ചേച്ചി. എന്തിനാ ഈ ആവശ്യമില്ലാത്തവരെയൊക്കെ വീട്ടിൽ കയറ്റുന്നേ? എന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? അത് നമ്മുടെ നന്ദു അല്ലേ? ഒരു നന്ദു ഒക്കെ കണക്കാ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? ഒന്നുമില്ല, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. ആരായിപ്പോ രാത്രിയില്? ഓ, വരണുണ്ട്. അല്ല രമേശ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? നമ്മുടെ തോപ്പിലെ ഭാസ്കരന്റെ ഇളയ മോളില്ലേ, ആ കുഞ്ഞിനെ ഇന്നലെ ആശുപത്രിയിലാക്കിയിരിക്കുക. എന്തിന്? ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മാവൻ കുറേ ദിവസമായിട്ട് ആ കുഞ്ഞിനെ നശിച്ചുല്ലോ ഈ ലോകം. ഞാൻ പറഞ്ഞില്ലടാ, പെണ്ണിന്റെ മണം കിട്ടിയ നായ്ക്കായും മാറുന്നാരാ ഈ നാട്ടിലെ ചില ആണുങ്ങൾ. ആണെന്ന് പറയുവാൻ എനിക്കിപ്പോ നാണമാകുമോ? എനിക്ക് കേക്കണ്ട. പാവം ആ കുഞ്ഞ്. ലോകം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ മാവ, എന്താ? ഇവനെന്താ മോളെ ഇങ്ങനെ? എനിക്കറിയില്ല മാവ. കുറച്ച് ദിവസമായിട്ട് ഏട്ടന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ആ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് പേടിയാവാ. അറിയില്ല എന്താ എങ്ങനെയെന്ന്. അവന് ഭയമുണ്ടാകും. ഒരു പെൺകുഞ്ഞല്ലേ അവന് ജനിക്കാൻ പോകുന്നത്. ഈ ലോകത്തേക്ക് വരാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ ഒരാൾ. എന്തിനാ ഈ വേദന അനുഭവിക്കാൻ ഈ ലോകത്തേക്ക് വരുന്നത്? അച്ഛാ, മോൾക്ക് പേടിയാവുന്ന അച്ഛാ. അച്ഛാ, അച്ഛാ ഒന്ന് രക്ഷിക്കച്ച. അച്ഛാ, അച്ഛാ. മോളെ, എന്റെ മോളെ, എന്റെ മോള്. രമേശേട്ടാ, രമേശേട്ടാ, എന്താ പറ്റിയേ? എന്റെ മോള്. വല്ല ദുസ്വപ്നവുമുണ്ടോ? കുടിക്കാൻ വെള്ളം വേണോ? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ. രമേശേട്ടാ, ഈ വെള്ളം കുടിക്കും. ഊർമിളെ, ദേ ഇത് നോക്കിയേ. ഇത് കണ്ടോ? തീവണ്ടിയിൽ നിന്ന് ഉന്തിയിട്ട ഒരു പെൺകുഞ്ഞിനെ. ഇത് നോക്ക്, ഇത് കണ്ടോ? എന്താ ഇത് രമേശേട്ടാ? ദേ ഒരു ഉത്തരേന്ത്യക്കാരൻ ഒരു പെൺകുഞ്ഞിനെ. എന്തിനാ ഈ പത്രക്കെട്ടുകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? ദേ പെരുമ്പാവൂര് ഇത്ര വെട്ടിയിരിക്കുന്നേ. ഇത് കണ്ടോ? നോക്ക്. വാളയാറ് 2 പെൺകുട്ടികളെ കെട്ടിത്തൂക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്തതെന്ന്. എന്തിനാ ഈ വാർത്തകളൊക്കെ വീണ്ടും വീണ്ടും വായിക്കുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? നോക്ക്, ഇത് കണ്ടോ? ശബ്ദം കേൾക്കുന്നില്ലേ? ഞാനൊന്നും കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കണുണ്ട്. ഒരു തേങ്ങല. ഇല്ല.
ആരുടെ തേങ്ങലാത്? ഒന്നുമില്ല രമേശേട്ടാ. എന്റെ മോളുടെ തേങ്ങല. ദാ ഇതിന്നാ വരുന്നേ, ഇതിന്നാ തേങ്ങല് വരുന്നേ. അത് നമ്മുടെ റേഡിയോ അല്ലേ ഏട്ടാ? മോളെ, നമ്മുടെ കുഞ്ഞിനെ നായ്ക്കള് കടിച്ച് കയറുമ്പോ നോക്കി നിൽക്കാൻ കഴിയുമോ? അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കറിയാം നിനക്ക് കഴിയില്ല. അതൊക്കെ തോന്നില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മോളെ നമുക്ക് നോക്കിയാ പോരെ, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പേടിയാവും നോർമലെ, എനിക്ക് പേടിയാവുക. പേടിക്കണ്ട കേട്ടോ. ഈ ലോകം മൊത്തം ഭ്രാന്ത. രമേശേട്ടാ, എന്താ ഇതിങ്ങനെ? ഈ ലോകം മൊത്തം ഭ്രാന്ത. നീ രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. ഒറ്റ വേദനയുണ്ടാവും, നീ വേദനിക്കും. നായ്ക്കളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടും. മോളെ കൊണ്ട് നീ രക്ഷപ്പെട്ടു ഓർമ്മളെ. ഞാനുണ്ട് ഇവിടെ. ഹലോ, യെസ്, പോലീസ് മെന്റൽ ഹോസ്പിറ്റൽ. അതെ അതെ, ഞാൻ ഡോക്ടറാണ്. ഞാൻ ആ റിപ്പോർട്ട് അയച്ചിരുന്നല്ലോ. ഉവ്, അതെ, ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. ആ, വന്നോളൂ കേട്ടോ. ഓ, ശരി ശരി. എടോ, ഇന്ന് പുതിയ അഡ്മിഷൻ ഒന്നും ഇല്ലല്ലോ. ഞാൻ ആ രമേശിന്റെ സെല്ലിൽ ഉണ്ടാവും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ പ്ലീസ് കോൾ മീ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രമേശ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആഹാ, ആള് വളരെ സന്തോഷത്തിലാണല്ലോ. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ഉടനെ റിലീസ് ചെയ്യാൻ കേട്ടോ. കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നതല്ലേ, ചില ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കാനുണ്ട്. എന്താ പറയൂ രമേശ്. ഞാൻ എങ്ങോട്ട് പോകാനാ സാറേ? എല്ലാവരും എന്നെ വെറുത്തിട്ടുണ്ടാകും, നാട്ടാരും വീട്ടാരും ഒക്കെ. അത്രയ്ക്കും മഹാഭാവമല്ലേ സാർ ഞാൻ ചെയ്തത്? രണ്ട് ജീവനെയല്ലേ സാർ ഞാൻ? രമേശ്, നമ്മൾ ജീവിതത്തിൽ മറക്കേണ്ടതായ ചില അധ്യായങ്ങളുണ്ട്. അതിലൊന്നാണിത്. അപ്പോ ഇനി ഒരു പുതിയ മനുഷ്യനായി ജീവിതം തുടങ്ങണോ? ഡോക്ടർ, ഇത് ഇയാൾക്കുള്ളതാ. ഇതെന്താണ് സാർ? ഇയാളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. വേണ്ട, എനിക്കിത് വേണ്ട സാർ. ഇതാ പഴയ റേഡിയോ അല്ലടോ, പുതിയതാ. ഇത് ഇയാളുടെ ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകും. ആ രമേശ, ഇന്ന് നമ്മുടെ വേൾഡ് ചാനലിന്റെ ഒരു പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുപോലുള്ള നൂറുകണക്കിന് ആശുപത്രികളിൽ കഴിയുന്ന മാനസിക നില തെറ്റിയ കുറ്റവാളികളുടെ കുടുംബവുമായുള്ള അഭിമുഖമാണ് കേട്ടത്. താല്പര്യമുണ്ടെങ്കിൽ താനും വന്ന് കാണടോ. ഒരു രംഗത്തോടുകൂടി പയ്യൻ അവതരിപ്പിക്കുന്ന സാന്ത്വനം ഇവിടെ പര്യവസാനിക്കുന്നു. ഈ നാടകത്തിന്റെ അരങ്ങിലും അണിയറകളിലും പ്രവർത്തിച്ചവർ നാടകരചനാസംവിധാനം സജീവ് ആവണി, സഹസംവിധാനം ശ്രീധർ, ശബ്ദമിശ്രണ സംഗീതം ബിപിൻ കേരളി, രംഗകോണം അഷ്റഫ് ത്രോണി, സാങ്കേതിക സഹായം ശ്രീ മനു, റിജാസ്, ഹംസ, ജോർജ്. പ്രത്യേക നന്ദി ഇസ്ലാം, രാജു, ദുലാൽ. അരങ്ങത്ത് രമേശൻ,
ശങ്കരൻ നമ്പൂതിരി, ഉർമിള രമേശൻ, വിദ്യാശങ്കർ, അമ്മാവൻ വിജയകുമാർ, നീരജ് മാധവ്, വിപിൻ കെ ഹരി, ഡോക്ടർ അനസ് മുസ്തഫ, CA ബിജുകുമാർ, കോൺസ്റ്റബിൾ ജനറൽ രാജീവ് രാജരത്നം, നിരഞ്ജന നരേഷ് ഐശ്വര്യ, നന്ദൂർ കാശിനാഥ് ആവണി. കൂടാതെ പയ്യൻസിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്ത ഒരു രംഗത്തോടുകൂടി നാടകം ആരംഭിക്കട്ടെ. വെൽക്കം ടു വേൾ വിഷൻ. സമൂഹത്തിലെ വേറിട്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നീരജ് മാധവ്. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം ആശംസിക്കുന്നു. ശരീരമല്ല, മനസ്സാണ് മനുഷ്യനെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥി. കേരള സർക്കാരും വനിതാ കമ്മീഷനും ചേർന്ന് നൽകുന്ന സ്വാതന്ത്ര്യം എന്ന പുരസ്കാരത്തിന് ഈ വർഷം അർഹയായിരിക്കുന്ന ആ മഹാവ്യക്തിത്വത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കാവോ ഇന്നത്തെ എന്റെ അതിഥി ആരാന്നറിയാം? പരിചയപ്പെടുത്തിക്കൊള്ളു. ഞാൻ ഊർമിള രമേശൻ. സാർ, ഇത് അതേടോ, ഇത് ഇയാളുടെ ഊർമിള തന്നെയാ. ഹലോ ഊർമിള, ഒരുപാട് സന്തോഷം ഈ വർഷത്തെ സ്വാതന്ത്ര്യം അവാർഡ് നേടിയത്. വളരെ വ്യത്യസ്തമായ ഗ്രാമവീട് എന്ന പദ്ധതിക്കല്ലേ അവാർഡ് ലഭിച്ചത്? അതെ. ഇന്ന് നാം കാണുന്ന അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഞങ്ങൾ അനാഥരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും ഒരുക്കാത്ത ആ ഗ്രാമ വീടിനെ കുറിച്ച്, വലിയൊരു കൂട്ടുകുടുംബത്തിന്റെ പശ്ചാത്തലം ഒരുക്കിയ ആ കർമ്മ പദ്ധതിയെ കുറിച്ച് ഒന്ന് പറയാമോ? ആശ്രയിക്കാൻ ആരുമില്ലാത്തവരുടെ ദുഃഖം അത് തൊട്ടറിഞ്ഞപ്പോഴാണ് ഗ്രാമവീടെന്ന ആശയങ്ങളിലേക്ക് വന്നത്. നന്മയുടെ ഉറവ് പറ്റാത്ത ഒരു സമൂഹമുള്ളപ്പോൾ ആരും അനാഥരല്ലല്ലോ. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. എനിക്ക് കരുത്തായി എന്നോടൊപ്പം ചേർന്ന് നിന്നവരുടെ സ്നേഹ സമ്മാനമാണ് ആ ഗ്രാമവീട്. പിന്നെ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ഈ ജീവിതം അർത്ഥശൂന്യമായി പോകും. 1 ഏക്കർ ഭൂമിയിൽ 15 വീടുകൾ, 245 അംഗങ്ങൾ, മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളും ഒക്കെയായി സ്നേഹവും വാത്സല്യവും കളിയാടുന്ന ഒരു കൂട്ടുകുടുംബം. അതല്ലേ ആ ഗ്രാമവീട്? അതെ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നല്ലോ അന്നത്തെ സംഭവം. ഇപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലേ? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് ആ ദുരന്തമെന്നറിയാം. എങ്കിലും എങ്ങനെയായിരുന്നു അന്നത്തെ ആ ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ്? എല്ലാം അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ആ കൈക്കുള്ളിൽ ശ്വാസം കിട്ടാതെ ഞെരിഞ്ഞ് അമരുമ്പോൾ ആ കൈകളുടെ വിറയിൽ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞത്. അപ്പോഴേക്കും കഴുത്തിന് താഴേക്ക് പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. മറിഞ്ഞു തിരിഞ്ഞു വെക്കുന്ന ഓർമ്മകൾക്കിടയിൽ എന്റെ കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശരീരം പൂർണ്ണമായും തളർന്നു പോയിരുന്നുവല്ലേ? ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ വീൽ ചെയറിലേക്കുള്ള യാത്രയിൽ യാതനകളും വേദനകളുമായി ഒരുപാട് അനുഭവിച്ചു കാണുമല്ലേ? എങ്ങനെ അതിജീവിച്ചു അതിനെ? ചലനമറ്റ എന്റെ ശരീരത്തിൽ മാറോട് ചേർന്നിരുന്ന എന്റെ പൊന്നും അവളൊന്ന് തലോടാനോ എടുത്തൊന്ന് ഉമ്മ വയ്ക്കാനോ കഴിയാതെ വന്നപ്പോൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാനൊരു അമ്മയല്ലേ? ഭ്രാന്താശുപത്രിയുടെ ഇരുണ്ട മുറിക്കുള്ളിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടവനായി കഴിയുന്ന എന്റെ രമേശേട്ടനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പിടിക്കണമായിരുന്നു ഈ ജീവിതം. ദുരന്തങ്ങൾക്ക് വേദനിപ്പിക്കാനല്ലേ ആവൂ, തോൽപ്പിക്കാനാവില്ലല്ലോ. എനിക്ക് തോൽക്കാൻ മനസ്സില്ലായിരുന്നു. ശരീരമല്ല, മനസ്സാണ് മനുഷ്യനെന്ന മനോധൈര്യം. അതല്ലേ ശരിക്കും ഇവിടെ വരെ എത്തിച്ചത്? അതെ. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. നവമാധ്യമങ്ങളിൽ പൊതുവെ കാണുന്ന സഹതാപ തരംഗമല്ല എന്നെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരുണ്യത്തിലുപരി കരുത്തു പകർന്ന് കൂടെ നിൽക്കുന്നവരെയാണ്. നന്മ പറ്റാത്തവരുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ക്രൂരതകൾ നമുക്ക് ചുറ്റും നടമാടുന്നെന്ന് ചിന്തിച്ചിട്ടില്ലേ? അതിനടിമപ്പെട്ടു പോയ ആളല്ലേ എന്റെ രമേശേട്ടൻ.
സ്ഥിരമായി വരുന്ന കൊലപാതക വാർത്തകൾ വായിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി എത്രയോ രാത്രികളിൽ ഉറങ്ങാതിരുന്നിട്ടുണ്ടെന്ന് ആ പാവം. മനസാക്ഷിയെ തളർത്തുന്ന ഇത്തരം വാർത്തകളെ പൊലിപ്പിച്ചു കാണിക്കുന്ന ചില മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, ഇത് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടർ. ആംബുലൻസുകളിൽ പോലും പീഡിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ട സ്ത്രീ സമൂഹം മറ്റൊരു ഭാഗത്ത്. ഇതിനിടയിൽ നിൽക്കുമ്പോൾ തകർന്നു പോകുന്ന മനസ്സുകളുണ്ട് നമുക്കിടയിൽ. അത് നാം അറിയാതിരിക്കരുത്. ഇവിടെയല്ലേ നമുക്ക് മാറ്റങ്ങൾ ആവശ്യമുള്ളത്. ശരിയാണ്. പ്രശ്നങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നല്ല, പ്രശ്നങ്ങളെ എങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാം എന്നതാണ് ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്യുന്നത് എന്നല്ലേ ഊർമിള ഉന്നയിച്ച ആ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാ മാധ്യമങ്ങളും അങ്ങനെയെന്നാണോ? അവരിൽ ചിലരെങ്കിലും നന്മ പറ്റാത്ത സമൂഹത്തിന്റെ ഭാഗമല്ലേ? എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കാൻ ഒരു പങ്ക് വഹിച്ചത് അവർ തന്നെയല്ലേ. എന്നെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കൂടെ നിന്നവരാണവർ. ഇതിനിടയിൽ ചോദിക്കാൻ മറന്നുപോയൊരു കാര്യം, രമേശൻ അസുഖം ഭേദമായി വരുന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന ഡോക്ടർ പറഞ്ഞു. രമേശന് ഊർമിളയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എല്ലാം അറിയാമോ? ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ആ പാവത്തിന് അറിയില്ല. അപ്പോൾ ഊർമിള പിന്നെ രമേശനെ കണ്ടിട്ടില്ല അല്ലേ? രമേശേട്ടനെ കാണാൻ ഞാനിവിടെ വരാറുണ്ട്. അന്നൊന്നും ഏട്ടനെ ഞങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. ഓർമ്മകൾ നഷ്ടമായ ആ ലോകത്ത് ഞങ്ങളില്ലായിരുന്നേ. ശരിക്കും ത്യാഗപൂർണമായ ഒരു ജീവിതം, ലക്ഷ്യത്തിലേക്ക് കിടക്കുന്ന ഒരു മുഹൂർത്തം, അതല്ലേ കടന്നു വരാൻ പോകുന്നത്? അതെ. ഒത്തിരി സന്തോഷം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു കൊച്ചു മിടുക്കി നമ്മുടെ അടുത്തിരിപ്പുണ്ട്. എന്താ മോളുടെ പേര്? ഞാൻ നിരഞ്ജന രമേശൻ. ആഹാ, നിരഞ്ജന രമേശൻ, വളരെ നല്ല പേരാണല്ലോ. മകൾ എന്നും അമ്മയ്ക്കൊരു കരുത്താണ്. അമ്മയുടെ കരുത്തായി എപ്പോഴും കൂടേണ്ടതാണ് കേട്ടോ. മോൾക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? മോളിന്ന് അച്ഛനെ കാണാൻ വന്നതാ. ഇതുവരെ മോള് ദൂരെ നിന്ന് അച്ഛനെ കണ്ടിരുന്നു. ഇപ്പൊ ഡോക്ടർ അങ്കിൾ പറഞ്ഞ അച്ഛന്റെ അസുഖം ഒക്കെ മാറിയെന്ന്. ഇന്ന് അച്ഛൻ മോളുടെയും അമ്മയുടെയും കൂടെ വീട്ടിലേക്ക് വരാൻ പോക. അച്ഛനെ മോളി ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരും പ്രാർത്ഥിക്കണേ. തീർച്ചയായും ഈ മിടുക്കി കിട്ടിയ അച്ഛനെ ഒത്തിരി ഇഷ്ടാവും കേട്ടോ. ദുരന്തങ്ങൾക്ക് മുമ്പിൽ തോൽക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞ് ജീവിക്കാൻ പ്രതീക്ഷകൾ പകർന്നു തരുന്ന കരുത്തുറ്റൊരു വനിതയുമായി ഇത്രയും നേരം സംവദിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. എന്താണ് ഈ സമൂഹത്തോട് ഊർമിളയ്ക്ക് പറയാനുള്ളത്? കേരളത്തിലെ നഗരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ വേദനിപ്പിച്ച ചില കാഴ്ചകളുണ്ട്. ഒരു വലിയ സമൂഹം അപകടമോ മരണമോ കൊലപാതകമോ പീഡനമോ എന്ത് തന്നെ സംഭവിച്ചാലും അതൊന്നും എന്റെ ആരും അല്ലല്ലോ എന്ന മനോഭാവത്തോടെ ഇരയോടൊപ്പം സെൽഫി എടുക്കാനും അതിന്റെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാനും കാട്ടുന്ന വ്യഗ്രത ശരിക്കും ആത്മഹത്യാപരമല്ലേ? ശരീരം പൂർണ്ണമായി തളർന്ന് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ എത്രയോ മടങ്ങ് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ തലവുമ്പിട്ടിരിക്കാതെ തല ഉയർത്തി നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള പ്രകാശത്തെ, സഹജീവികളുടെ കഷ്ടപ്പാടുകളെ നാം തിരിച്ചറിയണം. അതിലൂടെ നന്മയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ നമ്മുടെ നാടും രാജ്യവും നന്നാവുള്ളൂ.